ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള ഈസി ആയിട്ടുള്ളൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിച്ചു തരാൻ പോണത്. ചെറുപയർ എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുക നിങ്ങൾക്കറിയില്ലേ? അറിയില്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ആ രീതിയിൽ എളുപ്പത്തിൽ ചെറുപയർ ഒന്ന് മുളപ്പിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അങ്ങനെ മുളപ്പിച്ചെടുത്തിരിക്കുന്ന ചെറുപയർ ഒന്ന് ആവി ഒളിച്ചെടുക്കണം. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ ഹോളുകളുള്ള തട്ടില്ലേ, അതിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ആവിയേറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ആവിയേറ്റി വേവിച്ചെടുത്തിരിക്കുന്ന ചെറുപയർ മുളപ്പിച്ചതാണ് ഇത്. ഇനി ഇതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോണത് ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പെപ്പർ പൗഡറാണ്, കുരുമുളക് പൊടി. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെയാണ് ഉപ്പും ഓരോരുത്തരുടെ ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒനിയനാണ്. ഒനിയൻ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് 2 സ്പൂണാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനും ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ചെറുപയർ മുളപ്പിച്ചതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഡയറ്റ് ചെയ്യണവർക്ക് ഈ ഒരു സാലഡ് വളരെ നല്ലതാണ്. കാരണം കുറേ സമയത്തേക്ക് നമുക്ക് വിശക്കില്ല, നമ്മുടെ വയറ് ഫുള്ളായിട്ട് ഫില്ലായിട്ട് ഇരുന്നോളും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. കാലറി ആണെങ്കിൽ കുറവുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.